ഗൈസ് അങ്ങനെ നമ്മൾ പി സി അങ്ങോട്ട് ഫുള്ള് ബിൽഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ക്യാബിനറ്റ് വേറെ മാറ്റിയിട്ടുണ്ട്. ക്യാബിനറ്റ് നമ്മൾ പുതിയത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് മറ്റേത് പറ്റൂല, മറ്റേത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുതിയത് അങ്ങോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഏകദേശം 45,000 ആ റേഞ്ചിൽ പൊട്ടിച്ചുകൊണ്ട് എന്താ പറയുക, 45,000 ആ റേഞ്ചിൽ പൊട്ടിച്ചുകൊണ്ട് ഏകദേശം Ryzen 5 5500 അങ്ങനെ എത്ര ഒരു അടിപൊളി ചിപ്പും കാര്യങ്ങളൊക്കെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം വാങ്ങിയൊരു ക്യാബിനറ്റാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടിരിക്കുന്നത്. ഈ ക്യാബിനറ്റ് പറഞ്ഞാൽ ചെറുതായതുകൊണ്ടാട്ടോ നമുക്ക് ഈ ഒരു ക്യാബിനറ്റ് നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയതായിരുന്നു. ഫ്ലിപ്പിൽ നിന്ന് ആമസോണിൽ ഓർമ്മയില്ല. അപ്പോൾ നമ്മൾ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വാച്ച് ഓവറും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലിപ്പിൽ നിന്ന് നമ്മൾ ക്യാബിനറ്റൊക്കെ ഓർഡർ ചെയ്യാന്നുണ്ടെങ്കിൽ ഇങ്ങനെ വാങ്ങരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. ഇതുപോലെ നമ്മൾ ആൾക്കാരെ അടുത്തുനിന്ന് നമ്മൾ കടയിൽ ചെന്നുകാണ്ട് നമ്മൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. 45,000 റേഞ്ചിൽ നമുക്ക് വൈഫൈ, മദർ ബോർഡ്, അതുപോലെ Ryzen 5 അത്യാവശ്യം നല്ല GT മോഡൽ നമുക്ക് ചിപ്പും കാര്യങ്ങളും, അത് മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡിലും മോണിറ്ററാണ് ഇതിന് തന്നെ. 10,000 റേഞ്ചിലുള്ള മോണിറ്ററിന് തന്നെ വന്നുകൊണ്ടു. 45,000 റേഞ്ചിൽ കിഡിലും മോണിറ്ററും കാര്യങ്ങളൊക്കെയാണെന്ന് പറയാൻ കഴിയുള്ളൂ. അത്രക്കും അടിപൊളി സാധനമാണ്. കുറച്ച് ഫണ്ടൊക്കെ ഇട്ടുകൊണ്ട് നമ്മൾ ഒരു Ryzen 5ൻ്റെ ചിപ്പും കാര്യങ്ങളൊക്കെ വാങ്ങിയാണ്ട് GT മോഡൽ എടുക്കണേ അത്യാവശ്യം അടിപൊളി കാരണം. പിന്നെ കീബോർഡും മൗസും ഇതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. കീബോർഡും മൗസും ഒരു 1000-1500 റേഞ്ചിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത നമുക്ക് കിട്ടും. അത് ഈ പൈസയിൽ കൂട്ടിയിട്ടില്ല. അതല്ലാതെ 45 ഉറുപ്പ്യക്ക് നിങ്ങൾക്ക് Ryzen 5 ഉള്ളൊരു കിഡിലെ PC നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഇതിന് ഇല്ലാത്തൊരു സാധനം എന്താ വെച്ചാൽ ഇതിന് നമുക്ക് ഗ്രാഫിക്സ് കാർഡ് ഇല്ല, 4 GB റാമിറ്റി കൂടി ഇല്ല കേട്ടോ. ഒരു പഴയ മോഡലിൽ ലാപ്പ് ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ ലാപ്പിൻ്റെ മൗസും കീബോർഡൊക്കെയാണ് അതിന് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ചത്. ഫുൾ RGB ആണ്. പക്ഷേ നമുക്ക് കീബോർഡ് RGB അല്ല. നിങ്ങൾക്ക് നല്ല കീബോർഡും കാര്യങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങണമെങ്കിൽ അത്യാവശ്യം വിലക്കുറവിൽ നമുക്ക് അടിപൊളി കീബോർഡും മൗസൊക്കെ കിട്ടും. ആ ലാപ്പ് പറയുന്നത് ഏകദേശം i3 മോഡലാണ്. പഴയ മോഡൽ 12ാം ജനറേഷൻ ഒന്നല്ല. ലാപ്പിൻ്റെ കീബോർഡ് കേടുന്നതുകൊണ്ടാണ് കേട്ടോ ഇത് നമ്മൾ ഒരു കീബോർഡ് വാങ്ങിയത്. അപ്പോൾ നമ്മളെ വീഡിയോ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ കുത്തി പൊട്ടിച്ച് എന്നാലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കത്തുള്ളൂ. അപ്പോൾ ബൈ.